ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ CPOയിൽ കുറച്ച് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. പ്രീവിയസ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരേ കുറ്റകൃത്യം പല ഇടങ്ങളിലായി നടന്നാൽ ആയതിൻ്റെ വിചാരണ നടപടികൾ എവിടെ നടത്തണമെന്ന് വിവരിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 178. അപ്പോൾ ഒരേ കുറ്റകൃത്യം പല ഇടങ്ങളിലായി നടന്നു കഴിഞ്ഞാൽ ആയതിൻ്റെ വിചാരണ നടപടികൾ എവിടെ നടത്തണമെന്ന് വിവരിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 178. ഒരാളുടെ മരണമൊഴി തെളിവായി സ്വീകരിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 32. അപ്പോൾ ഒരാളുടെ മരണമൊഴി തെളിവായി സ്വീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 32. അപ്പോൾ നമ്മൾ ഈ രണ്ട് ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. ഒരേ കുറ്റകൃത്യം പലയിടങ്ങളിലായി നടന്നാൽ ആയതിൻ്റെ വിചാരണ നടപടികൾ എവിടെ നടത്തണമെന്ന് വിവരിച്ചിട്ടുള്ള CRPC വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 178. ഒരാളുടെ മരണമൊഴി തെളിവായി സ്വീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 32. അടുത്ത ചോദ്യം, റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണെന്ന് വിവരിച്ചിരിക്കുന്ന കേരള പോലീസിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. അപ്പോൾ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണെന്ന് വിവരിച്ചിട്ടുള്ള കേരള പോലീസിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. അപ്പോൾ റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണെന്ന് വിവരിച്ചിരിക്കുന്ന കേരള പോലീസിലെ നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 4. കേരള പോലീസ് നിയമത്തിലെ 3-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 3-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പോലീസിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ച്. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 3-ാം വകുപ്പ് പറയുന്നത് എന്താണ്? പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. ജുവനൈൽ പോലീസ് യൂണിറ്റ് രൂപവൽക്കരണം കേരള പോലീസ് നിയമത്തിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? സെക്ഷൻ 21. അപ്പോൾ ജുവനൈൽ പോലീസ് യൂണിറ്റിൻ്റെ രൂപവൽക്കരണം കേരള പോലീസ് നിയമത്തിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 21. അപ്പോൾ ജുവനൈൽ പോലീസ് യൂണിറ്റ് രൂപവൽക്കരണം കേരള പോലീസ് നിയമത്തിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 21മായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആരിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചാലാണ് പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ഫോട്ടോ എടുക്കുവാനോ അവരെ പ്രദർശിപ്പിക്കുവാനോ കഴിയുന്നത്? ആരുടെ മുൻകൂർ അനുമതിയാണ്? സംസ്ഥാന പോലീസ് മേധാവിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രം. അപ്പോൾ ആരിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചാലാണ് പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ഫോട്ടോ എടുക്കുവാനോ അവരെ പ്രദർശിപ്പിക്കുവാനോ കഴിയുന്നത്? സംസ്ഥാന പോലീസ് മേധാവി. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപവൽക്കരണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപവൽക്കരണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപവൽക്കരണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ്. അടുത്ത ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ 119-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 119-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 119-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. ഒന്നുകൂടി പറയാം, കേരള പോലീസ് നിയമത്തിലെ 119-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. അടുത്ത ചോദ്യം, NDPS നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നു? എന്തിനെക്കുറിച്ചാണ്? മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ NDPS നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ. അപ്പോൾ NDPS നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്? മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം, NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ ആയത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28. അപ്പോൾ NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ ആയത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 28. അപ്പോൾ NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ ആയത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 28.
പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് നോർമലി സെക്ഷൻ 1 അപ്പോൾ എല്ലാ സെക്ഷൻ 1 പറയുന്നത് ഈ സെയിം ഇതാണ്. അപ്പോൾ പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 1. അടുത്ത ചോദ്യം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയണമെന്ന ഉദ്ദേശത്തോടെ പ്രത്യക്ഷത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന കേരള പോലീസിലെ നിയമവകുപ്പ് സെക്ഷൻ 117. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയണമെന്ന ഉദ്ദേശത്തോടെ പ്രത്യക്ഷത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന കേരള പോലീസിലെ നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 117. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയണമെന്ന ഉദ്ദേശത്തോടെ പ്രത്യക്ഷത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന കേരള പോലീസിലെ നിയമം ഏതാണ്? സെക്ഷൻ 117. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒരേ കുറ്റകൃത്യം പലയിടങ്ങളിലായി നടന്നാൽ ആയതിൻ്റെ വിചാരണ നടപടികൾ എവിടെ നടത്തണമെന്ന് വിവരിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 178. അടുത്ത ചോദ്യം, ഒരാളുടെ മരണമൊഴി തെളിവായി സ്വീകരിക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്ന ഇന്ത്യൻ തെളിവ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 32. റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ തുടങ്ങിയവ സംരക്ഷിക്കുന്നത് പോലീസിൻ്റെ ചുമതലയാണെന്ന് വിവരിച്ചിരിക്കുന്ന കേരള പോലീസിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 4. കേരള പോലീസ് നിയമത്തിലെ 3-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പോലീസിൻ്റെ കർത്തവ്യങ്ങൾ. ജുവനൈൽ പോലീസ് യൂണിറ്റ് രൂപവത്കരണം കേരള പോലീസ് നിയമത്തിലെ ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 21മായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരിൽ നിന്ന് മുൻകൂർ അനുമതി ലഭിച്ചാലാണ് പോലീസ് കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ഫോട്ടോ എടുക്കുവാനോ അവരെ പ്രദർശിപ്പിക്കുവാനോ കഴിയുന്നത്? സംസ്ഥാന പോലീസ് മേധാവിയുടെ. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപവത്കരണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാരാണ്? ജില്ലാ പോലീസ് മേധാവിയാണ്. കേരള പോലീസ് നിയമത്തിലെ 119-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. NDPS നിയമത്തിലെ 27-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു. NDPS നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചാൽ ആയത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 28. പോക്സോ നിയമം ഇന്ത്യ മുഴുവൻ ബാധകമാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 1. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ നിന്ന് തടയണമെന്ന ഉദ്ദേശത്തോടെ പ്രത്യക്ഷത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിക്കുന്ന കേരള പോലീസിലെ വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 117. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് കേട്ടിട്ട് മനസ്സിലാവാത്തവർ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എഴുതിയെടുത്ത് വായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം.